ബഹുമാനായ മന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ബഹുമാനായ മന്ത്രി ഒന്ന് റാഗ് ചെയ്തേളാം. റാഗിങ്ങിന്റെ ഒരു ഹോബിയാണ്. വരൂ ഇടപെടുകയും അങ്ങ് പതിവിൽ നിന്ന് വിപരീതമായി അത് അനുവദിക്കുകയും അതെനിക്കിഷ്ടമില്ല. ഫിഷറീസ് മന്ത്രിക്ക് എന്തോ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ അല്പം പിന്നെ ആർക്കാ നഷ്ടം? എന്നെ തമ്പ്രാനെന്ന് വിളിച്ചിരുന്ന വിവരം കേട്ട കുടുംബമാര് ഇനി എന്നെ മൈൻഡ് ചെയ്യോ? കഴിവുകേടുണ്ട് എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരിടപെടൽ അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നി. അങ്ങ് ദയവായിട്ട് അങ്ങ് അത് പറഞ്ഞിട്ടുണ്ടായി. നീ മിണ്ടരുത്. അങ്ങ് വളരെ പ്രധാനപ്പെട്ട ആളാണ്. അത് പാടില്ലാലോ. ആവശ്യമില്ലാത്ത കാര്യം ഇടപെടരുത്. വെറുതെ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വേണ്ടി. മറ്റൊരു മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് അങ്ങേപ്പോലെ ഒരാള് പാടില്ലാത്തൊരു കാര്യം അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? അങ്ങ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ അടിയന്തര പ്രമേയം വന്ന ഘട്ടങ്ങളിലെല്ലാം അതൊക്കെ പഴയ കേസല്ലേ സാറേ, വെറുതെ കുത്തിപ്പൊക്കണ്ടെന്നേ. ചീള് കേസ്. പല സന്ദർഭങ്ങളിൽ പല മന്ത്രിമാരും മറുപടി കൊടുക്കുന്ന അവസരത്തിൽ പാർലമെന്ററി കാര്യ മന്ത്രി, ലോ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അതിനിടയിൽ ഇടപെട്ട് സംസാരിച്ചതിന്റെ റെക്കോർഡ് ഈ സഭയിലുണ്ട്. അതല്ല ഉദ്ദേശം. ഞാൻ മാറി. ആ ഫിഷറി മന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അങ്ങ് ഇവിടെ ഈ സഭയിൽ നടത്തിയ പരാമർശം അങ്ങ് പിൻവലിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. മാപ്പ് പറയണം. ചെയ്തു പോയ തെറ്റിന് പരസ്യമായി മാപ്പ് പറയണം. അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് സഭാ നടപടികളിൽ നീക്കം ചെയ്യണം. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഞാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നല്ല കഴിവുറ്റ ഒരാളാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു അഭിപ്രായവും എനിക്കില്ല. നല്ല മനുഷ്യൻ. ഞാൻ തെറ്റിദ്ധരിച്ചു.